ഗുഡ് മോർണിംഗ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലത്തെ ഇൻട്രൊഡക്ഷൻ ടു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തോടുകൂടി നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിനേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് സെക്കൻഡ് മെത്തേഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഒരു കമ്പനിയിലേക്ക് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും എന്നുള്ള ഡിറ്റർമിനേഷൻ നോക്കാനായിട്ട്. അതിലൊരു പ്രോബ്ലം നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് ഒരു പ്രോബ്ലം ഹോംവർക്ക് തന്നിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് ഹോംവർക്ക് നോക്കാം. നമുക്ക് ഫുള്ള് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ പീരീഡ് മാത്രം, ഡ്യൂറേഷൻ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓ മാത്രമാണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് എഫ് പ്ലസ് ഡി മൈനസ് സി. അതിൽ സി നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതിൽ ആറ് ആദ്യം കണ്ടുപിടിക്കുക. ഇക്വേഷൻ എഴുതി ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി കൺസപ്ഷൻ. അതിൽ ആവറേജ് ഡെയിലി കൺസപ്ഷൻ കണ്ടുപിടിക്കുക. 8,42,000 ഡിവൈഡഡ് ബൈ 365 ദാറ്റ് ഇസ് ഈക്വൽ ടു 2306.85 ആണ് നമുക്കതിന് കിട്ടുക. അത് ആറ് കണ്ടുപിടിക്കാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആവറേജ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 1,24,000 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച എമൗണ്ട് ആയ 2306.85. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 54 ആണ് കിട്ടുക. അപ്പോൾ 54 ഡേയ്സ് ആണ് നമുക്ക് ആർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പനിയിൽ റോ മെറ്റീരിയൽ 54 ഡേയ്സ് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അടുത്തതിന് ഡബ്ല്യു കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ്. അതാണ് എൻ്റെ ഇക്വേഷൻ വരിക. അതിൽ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് ആദ്യം കണ്ടുപിടിക്കുക. 14,25,000 ഡിവൈഡഡ് ബൈ 365. അപ്പോൾ നമുക്ക് 3,904.11 കിട്ടും. അത് നമ്മൾ ഇക്വേഷനിൽ എഴുതുമ്പോൾ ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 72,000 ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 3,904.11 നമ്മൾ എഴുതി. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 18 ഡേയ്സ് ആണ് നമുക്ക് ഡബ്ല്യു ആയിട്ട് കിട്ടുക. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മുടെ കമ്പനിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 18 ഡേയ്സ് ആണ്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് ആണ്. എഫ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിൽ ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആദ്യം കണ്ടുപിടിക്കണം. 15,30,000 ഡിവൈഡഡ് ബൈ 365 4,101.79 ആണ് ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. അത് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,22,000 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച 4,191.79. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 29 ഡേയ്സ് ആണ് എഫ് ആയിട്ട് കിട്ടുക. അതായത് നമ്മുടെ കമ്പനിയിൽ ഫിനിഷ്ഡ് ഗുഡ്സ് 29 ഡേയ്സ് ആണ് ഹോൾഡ് ചെയ്തുണ്ടാവുക. ഇനി അടുത്ത് നമുക്ക് ഡി കണ്ടുപിടിക്കണം. അടുത്തതിന് കണ്ടുപിടിക്കാനുള്ളത് ഡി ആണ്. ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽ. അതാണ് ഇക്വേഷൻ. ഇതിൽ ആവറേജ് ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആവറേജ് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കുക. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ആയ 19,50,000 ഡിവൈഡഡ് ബൈ 365 5,342.47 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അത് ഡി കണ്ടുപിടിക്കാൻ ഇക്വേഷനിൽ എഴുതാം. ആവറേജ് ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2,60,000 ഡിവൈഡഡ് ബൈ 5,342.47 കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 49 ഡേയ്സ് ആണ് ഡി ആയിട്ട് കിട്ടുക. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞോളാം സി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അപ്പോൾ അതിന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒ കണ്ടുപിടിക്കാം. ഒ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് എഫ് പ്ലസ് ഡി മൈനസ് സി ആണ്. ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 54 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 18 എന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ്, പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 29 പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 49 മൈനസ് സി എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ അത് നമുക്ക് എത്ര കിട്ടും? 120 ഡേയ്സ് ആണ് നമുക്ക് ഒ ആയിട്ട് കിട്ടുക. ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് 120 ഡേയ്സ് ആണ് ഡ്യൂറേഷൻ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോംവർക്ക് ആയിരുന്നത്. എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മിസ്റ്റേക്സ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആ മെത്തേഡ് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഈ മെത്തേഡിൽ പ്രോബ്ലം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. 3 പ്രോബ്ലം നോക്കിയാൽ മതി. ആ പാറ്റേണിലുള്ളത് ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചാൽ നമുക്കിത് ഈ മെത്തേഡ് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. പീരീഡ് കവേർഡ് 365 days. Average period of credit allowed by supplier 16 days.
ടോട്ടൽ ഡെപ്റ്റേഴ്സ് 480, raw material consumption 4400, total production cost 10,000, cost of sales 10,500, sales 16,000. Then average value of average stock സ്റ്റോക്കുകളാണ് ഇനി പറയാൻ പോണത്. raw material 320, work in progress 350, finished goods 260. എസ്റ്റിമേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കത് ഇക്വേഷന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ 6 കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതാം. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി കൺസപ്ഷൻ. ക്വസ്റ്റ്യനിൽ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ആവറേജ് ഡെയിലി കൺസപ്ഷൻ കണ്ടുപിടിച്ചാൽ മതി. അതിൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നിരിക്കുന്നത് 4400 ആണ്. അത് ഡിവൈഡഡ് ബൈ 365. അവിടെ പീരീഡ് കൃത്യമായിട്ട് 365 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 365 തന്നെ എടുക്കുക. ചില ക്വസ്റ്റ്യൻ അതുപോലെ 360 എന്ന് പറയും. ഒരു കൊല്ലത്തിൽ കാൽക്കുലേഷൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട് 360 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ 365 തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ 365 എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതെടുത്തു. അപ്പോൾ എത്ര കിട്ടും? 4400 ഡിവൈഡഡ് ബൈ 365 is equal to 12.05. Then നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. R is equal to ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 320 ആണ്. 320 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച 12.05 ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 20. റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 27 ഡേയ്സ് ആണ് R ആയിട്ട് കിട്ടുക. അതായത് 27 ഡേയ്സ് നമ്മുടെ കമ്പനിയിൽ റോ മെറ്റീരിയൽ ആയിട്ട് ഹോൾഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അടുത്ത നമുക്ക് ഇനി W കണ്ടുപിടിക്കാം. ഇക്വേഷൻ എഴുതാം. ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അപ്പോൾ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 10,000 ആണ്. 10,000 ഡിവൈഡഡ് ബൈ 365. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 27.39 ആണ് കിട്ടുക. അത് റൗണ്ട് ചെയ്യുമ്പോഴാണ് 27.40 കിട്ടുക. അതെഴുതി. ദെൻ നമ്മുടെ W കണ്ടുപിടിക്കാൻ ഇക്വേഷനിൽ എഴുതാം. അതിൽ ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് അത് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്, എടുത്ത് എഴുതിയാൽ മതി. എത്രയാണ് വർക്ക് ഇൻ പ്രോഗ്രസ്? 350 ആണ്. 350 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച 27.4 എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 13 ഡേയ്സ്. അതാണ് നമ്മുടെ W ആയിട്ട് വന്നത്, 13 ഡേയ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് F ആണ്. F കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചാൽ മതി. ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു CGS ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,500 ഡിവൈഡഡ് ബൈ 365. എത്രയാണ്? 28.77 ആണ് നമ്മുടെ ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയത്. അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് F കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ എഴുതാം. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അത് നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 260 തന്നിട്ടുണ്ട്. 260 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച 28.77 ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 9 ഡേയ്സ് ആണ് നമുക്ക് F ആയിട്ട് കിട്ടിയത്. അപ്പോൾ W കണ്ടുപിടിച്ചു, F കണ്ടുപിടിച്ചു. അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് D ആണ്. D കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽ. ആവറേജ് ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 480 ആണെന്നുള്ളത്, അത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തത് എന്താണ്? ആവറേജ് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിച്ചാൽ മതി. അതിൽ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് തന്നെയായിരിക്കും ക്രെഡിറ്റ് സെയിൽ. പ്രത്യേകം ക്യാഷ് സെയിൽ ഇത്ര, ക്രെഡിറ്റ് സെയിൽ ഇത്ര എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് സെയിലായിട്ട് വരിക. സോ 16,000 ഡിവൈഡഡ് ബൈ 365 എത്രയാണ്? 43.84 ആണ് നമ്മുടെ ആവറേജ് ക്രെഡിറ്റ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അത് D കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ എഴുതാം. ടോട്ടൽ ആവറേജ് ഡെപ്റ്റേഴ്സ് 480 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു, ഡിവൈഡഡ് ബൈ 43.84 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 ഡേയ്സ് ആണ് D ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഡിയും കണ്ടുപിടിച്ചു. ഇനി വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല. C ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് എടുത്ത് എഴുതാം. C is equal to 16 days. അപ്പോൾ നമുക്ക് O കണ്ടുപിടിക്കാനുള്ള 5 എലമെൻറ്റും R, W, F, D, C അത് 5 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് O എത്രയാണെന്ന് നോക്കാം. അടുത്ത് നമുക്ക് O കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. R plus W plus F plus D minus C. ഓരോ എലമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് എഴുതാം. 27 plus 13 plus 9 plus 11 minus 16. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 44 ഡേയ്സ് ആണ് നമുക്ക് O ആയിട്ട് കിട്ടിയത്. അതായത് ഡ്യൂറേഷൻ ഓഫ് എ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 44 ഡേയ്സ് ആയിട്ട് വന്നു. ഇനി അടുത്ത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളുകളാണ്. ഇതുപോലെ എത്ര 44 ഡേയ്സ്
ഒരു കൊല്ലത്തിലുണ്ടാവും. നമ്മൾ ഹോംവർക്ക് ഇതോടുകൂടി അവസാനിപ്പിച്ചു. കാരണം ഹോംവർക്കിൽ ഓ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഇതുപോലെ എത്ര ഓകളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷൻ എന്താണ്? 365 ഡിവൈഡഡ് ബൈ പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നമ്പർ ദാറ്റ് ഈസ് 44 ഡേയ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8.30. അതായത് 8.295 റൗണ്ട് ചെയ്തപ്പോഴാണ് നമുക്ക് 8.30 കിട്ടിയത്. അപ്പോൾ ഒരു വർഷത്തിലെ 8 ഫുൾ ഓപ്പറേറ്റിംഗ് സൈക്കിളുകളും 9ാമത്തെ സൈക്കിളിന്റെ 30% ഉണ്ടാവും. അതാണ് അതിന്റെ അർത്ഥം 8.30 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അത് എഴുതാം. ടോട്ടൽ ഏതെങ്കിലും ഒന്ന്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റോ, കോസ്റ്റ് ഓഫ് സെയിൽസോ, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോ ഏതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ എ ഇയർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എഴുതാം. കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 10,500 ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ എ ഇയർ എത്രയാണ്? 8.30. 10,500 ഡിവൈഡഡ് ബൈ 8.30 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,265 കിട്ടും. അതായത് ഒരു വർഷം, അതിന് തൗസൻഡ്സിലാട്ടോ, അത് നമ്മൾ എഴുതുന്നതിലും കുഴപ്പമില്ല. ഒരു വർഷം നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് 1,265 റുപ്പീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വർക്കിംഗ് ക്യാപിറ്റലിന്റെ എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ആദ്യം പഠിച്ച മെത്തേഡ് പ്രകാരം നമ്മൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസിന്റെ ബേസിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. സെക്കൻഡ് മെത്തേഡ് പ്രകാരം ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് ഒരു കമ്പനിയിലെ ഒരു കൊല്ലത്തിൽ എത്ര എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ 3 പ്രോബ്ലം ചെയ്തിട്ടുള്ളത് മതി. ഫസ്റ്റ് മൊത്തം ടോട്ടൽ 5 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 2 മെത്തേഡിലെ പ്രോബ്ലം ഉള്ളൂ. ആ 2 മെത്തേഡിലും ആദ്യത്തെ മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഷുവറായിട്ടും എസ്സേക്ക് ഒരു ചോദ്യം അത് ഉറപ്പാണ്. എല്ലാ കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കൺസേണിൻ്റെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കൺസേണിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നോക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് മെത്തേഡ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ലേ പ്രോബ്ലം. ഇനി മേ ബി ചോദിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനിയുള്ള ബാക്കി 3 മെത്തേഡും ഫുൾ തിയറിയാണ്, ജസ്റ്റ് തിയറി മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നോക്കാം എങ്ങനെയാണ്. Third method is projected balance sheet method. Under this method, estimates of different assets and liabilities are made taking into consideration the transactions in the period. It is called projected balance sheet. ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒരു പീരീഡിൽ വരാൻ സാധ്യതയുള്ള അസറ്റുകളിലും ലൈബിലിറ്റീസിൻ്റെയും ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് ആ എസ്റ്റിമേറ്റ്സ് വെച്ചിട്ട് ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എക്സാക്റ്റ് ഫിഗർ അല്ല, നമ്മളൊരു കാൽക്കുലേഷൻ എസ്റ്റിമേഷൻ നടത്തിയിട്ട് ആ എസ്റ്റിമേഷൻ്റെ ബേസിൽ നമുക്ക് ആ കൊല്ലത്തിൽ ഉണ്ടാവാവുന്ന അസറ്റ്സും ലൈബിലിറ്റീസും ഒക്കെ എസ്റ്റിമേഷൻ നടത്തി നമ്മളൊരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. The difference between the total asset and total liability of the projected balance sheet is treated as shortage or surplus of cash of that period. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അസറ്റിൻ്റെയും ലൈബിലിറ്റീസിൻ്റെയും ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് ആ എസ്റ്റിമേറ്റ്സ് വെച്ചിട്ട് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. ഒരിക്കലും അത് ടാലി ആവില്ല. നമ്മൾ എസ്റ്റിമേറ്റ്സ് വെച്ചിട്ടാകുമ്പോൾ നമ്മൾ സാധാരണ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ടാലി ആവാറുണ്ട്. പക്ഷേ എസ്റ്റിമേറ്റഡ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടാലി ആവില്ല. അത് നമ്മൾ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ചു. The difference between the total asset and total liability of the projected balance sheet is treated as shortage or surplus of cash of that period. If the liability side is more than the asset side, അപ്പോൾ നമ്മളങ്ങനെ എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ലൈബിലിറ്റി സൈഡാണ് അസറ്റ് സൈഡിനേക്കാൾ കൂടുതലായിട്ട് വരാണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ് എക്സസ് ഓഫ് ക്യാഷ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം ക്യാഷ് ഉണ്ട്, വിച്ച് ഈസ് നോട്ട് റിക്വയർഡ് ബൈ ദ ഫേം ആൻഡ് ദേ മേ പ്ലാൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ലൈബിലിറ്റി സൈഡ് കൂടുതലും അസറ്റ് സൈഡ് കുറവുമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കമ്പനിയിലെ ആവശ്യത്തിൽ കൂടുതൽ വർക്കിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ട്, അവർക്ക് ആ എക്സസ് ഉള്ള ക്യാഷ് ബാലൻസ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഓക്കെ, ഇഫ് ദ അസറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദി ലൈബിലിറ്റി സൈഡ് ഇറ്റ് റെപ്രസെൻറ്റ് ഡെഫിഷ്യൻസി ഓഫ് ക്യാഷ് വിച്ച് ഈസ്
which is to be arranged by way of any other source. അതേസമയം അസറ്റ് സൈഡാണ് ലൈബിലിറ്റി സൈഡിനേക്കാൾ കൂടുതലെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കമ്പനിയിലെ ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഉണ്ട്, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള ക്യാഷ് അവർക്ക് ഫുള്ളും തികയുന്നില്ല, അവർ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അവർ ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റലെ കണ്ടുപിടിക്കുക. ഒന്നുകൂടി പറഞ്ഞു തരാം. റഫ് എസ്റ്റിമേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് വരാൻ സാധ്യതയുള്ള അസറ്റുകളും ലയബിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യും? ഒരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ആ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ലയബിലിറ്റി സൈഡാണ് അസറ്റ് സൈഡിനേക്കാൾ കൂടുതലെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ ആവശ്യത്തിൽ കൂടുതൽ ക്യാഷ് ഉണ്ട്, അവർക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതേസമയം അസറ്റ് സൈഡാണ് ലയബിലിറ്റി സൈഡിനേക്കാൾ കൂടുതലെന്ന് വെച്ചാൽ അവിടെ ആവശ്യത്തിനുള്ള ക്യാഷ് ഇല്ല, ഡെഫിസിറ്റും ആണ്, അപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിയിട്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ്. ഓക്കെ, ഫോർത്ത് മെത്തേഡ് ഈസ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ്. നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റ് വരച്ചോണം തന്നെ ഇവിടെ എന്ത് വരയ്ക്കുന്നുണ്ടാവും? അപ്പോൾ P&L account വരയ്ക്കുന്നുണ്ടാവും. Under this method, estimated profit is calculated on the basis of the transactions of the period. നമ്മൾ ആ വർഷത്തെ നമ്മൾ കഴിഞ്ഞ നേരത്തെ പറയണം അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും എസ്റ്റിമേറ്റ്സ് ഫിഗേഴ്സ് കണ്ടുപിടിച്ച പോലെ തന്നെ ഇതിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇൻകംസും ഒക്കെ വരുന്ന ഒരു എസ്റ്റിമേറ്റഡ് P&L അക്കൗണ്ട് വരയ്ക്കുന്നു. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കമ്പ്യൂട്ടഡ്. അതിൻ്റെ ബേസിൽ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് അവിടെയുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ അവിടെയുണ്ട്. ലോസ് ആണെങ്കിൽ നമുക്ക് ഡെഫിസിറ്റ് ആണ്, നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലുണ്ട്. അത് പ്രകാരം നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ മെത്തേഡ് പ്രകാരം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ് ഓഫ് ദി P&L അക്കൗണ്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് നെറ്റ് ലോസ് ആണെന്ന് കണ്ടുപിടിക്കും. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ സർപ്ലസ് ക്യാഷ് ഉണ്ട്, നെറ്റ് ലോസ് ആണെങ്കിൽ ഡെഫിസിറ്റ് ആണ്. അതാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ്. Then fifth one is cash forecasting method. In this method, estimates is made of cash receipts and payments in the period. ഇതിൽ നമ്മൾ P&L അക്കൗണ്ട് വരയ്ക്കുന്നതിന് പകരം ഒരു ക്യാഷ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ആണ്. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാറില്ല, അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ആണ് വരയ്ക്കുക. അതിൽ ക്യാഷ് റെസീപ്റ്റ്സും ഉണ്ടാക്കും, അതുപോലെ ക്യാഷ് പേയ്മെൻറ്റ്സും ഉണ്ടാക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഇൻഡിക്കേറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്സ് ഓഫ് ക്യാഷ്. അപ്പോൾ റെസീപ്റ്റ് കൂടുതലാണെങ്കിൽ അവിടെ സർപ്ലസ് ആയിരിക്കും, പേയ്മെൻറ്റ്സ് കൂടുതലാണെങ്കിൽ അവിടെ ഡെഫിസിറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ക്യാഷ് ബഡ്ജറ്റ്. ഇത് ശരിക്കും ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് ഈ മെത്തേഡിൽ നമ്മൾ ക്യാഷ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. നമ്മുടെ ക്യാഷ് റെസീപ്റ്റ്സിൻ്റെയും ക്യാഷ് പേയ്മെൻറ്റ്സിൻ്റെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കും. റെസീപ്റ്റ്സ് കൂടിയാൽ അതിൻ്റെ അർത്ഥം അവിടെ സർപ്ലസ് ഓഫ് ക്യാഷ് ആണ്, പേയ്മെൻറ്റ് കൂടിയാൽ അതിൻ്റെ അർത്ഥം അവിടെ ഡെഫിസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ക്യാഷ് ഫ്ലോ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേഷൻ നടത്തുന്നത്. ഒന്നാമത്തെ മെത്തേഡ് നെറ്റ് കറണ്ട് അസറ്റ് മെത്തേഡാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പ്രോബ്ലം പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ മെത്തേഡ് ഇന്ന് പഠിച്ച ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡാണ്. ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ്റെ ബേസിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ നടത്തും. മൂന്നാമത്തെ മെത്തേഡ് അഡ്ജസ്റ്റഡ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്. നമ്മളൊരു എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കും, എന്നിട്ട് ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ കണ്ടുപിടിക്കും. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ് ഒരു P&L അക്കൗണ്ട് വരച്ചിട്ട് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കും. ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് അവസാനിച്ചു. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടും പണ്ട് ഒരു വലിയ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ പഠിച്ച എസ്റ്റിമേഷനും വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്തിട്ടാണ് അത് പഠിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.